It was to be a battle of champions. അങ്ങനെ ചാമ്പ്യൻസിന്റെ രണ്ട് പേരുടെയും ബാറ്റിൽ തുടങ്ങാൻ പോവാണ്. Hissing defiance, his fork tongue darting in and out. അവിടെ നമ്മൾ എടുത്തല്ലോ അവിടെ നമ്മൾ എടുത്തതാണ്. രണ്ടുപേര് വന്നിരിക്കുന്നത് വരെ നമ്മൾ എടുത്തായിരുന്നു. ക്രോവും മൈനയും വന്നിരിക്കുന്നത് വരെ നമ്മൾ എടുത്തല്ലേ? ഓക്കെ. അങ്ങനെ ക്രോവും മൈനയും രണ്ട് പേരാണ് കാഴ്ചക്കാരായിട്ട് രണ്ട് പേരുണ്ട്. ഇവര് തമ്മിലുള്ള ബാറ്റിലും തുടങ്ങാൻ പോവാണ്. അപ്പോ നമ്മളുടെ ഓദർ, ആ കുട്ടി ഇവിടെ ഇരിക്കുന്നത് ഇവര് കണ്ടിട്ടില്ല കേട്ടോ. കുട്ടി എന്താണ്, ട്രീയുടെ മുകളിലാണ് ഇരിക്കുന്നത്. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. Mesmerize എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്, ഒരു കളതരം കാണിക്കാൻ നടത്തും. അപ്പോ എന്താ, ഇങ്ങനെ സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, അതായത് ഒരു സ്ഥലത്തേക്ക് പോവാ എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാ. അപ്പൊ എന്താ ഈ കബഡിയൊക്കെ പോലെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നങ്ങനെ നീങ്ങാ, ഒന്നിങ്ങനെ നീങ്ങാ. അപ്പൊ എന്താ, കീരി വിചാരിക്കും ഇവനിപ്പൊ എന്നെ കടിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അപ്പത്തേക്കും റൂട്ട് മാറിയിട്ട് ഫോഴ്സ് അറ്റാക്ക് ആണ് നമ്മളുടെ ആര് ചെയ്യുന്നത്, കോബ്ര ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് മാറി കളിക്കുക. അപ്പൊ കീരിക്ക് എവിടെയാണോ അത് ക്യാച്ച് ചെയ്യോ എന്നുള്ള ആ ഒരു പേടി കൊണ്ട് കീരി നിൽക്കുകയാണ്. A false move ആണ് നടത്തുന്നത്. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. പക്ഷെ ഈ മംഗൂസിന് അറിയാം എന്താ, കീരിയുടെ പാമ്പിന്റെ ആ ഒരു ക്ലവർനെസ്സും ആ ഒരു ബുദ്ധിയും കാര്യങ്ങളും എല്ലാം തന്നെ, പവറും എല്ലാം തന്നെ നമ്മളുടെ കീരിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അൺവിങ്കിങ് ഐസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കണ്ണിമ പോലും ചിമ്മാണ്ട് നമ്മുടെ കീരി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അറ്റാക്ക് ചെയ്യോ എന്നുള്ള ആ പേടി കൊണ്ട്. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത്, ഗെയ്സ് ചെയ്യാന്ന് പറയുന്ന തുറച്ചു നോക്കുക എന്നർത്ഥം. അങ്ങനെ തുറച്ചു നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മളുടെ കീരി എന്ത് ചെയ്യാണ്, ആ കോബ്രയുടെ ഹുഡ്, കോബ്രയുടെ പത്തിയിൽ തന്നെ ഇങ്ങനെ നോക്കി, കുറെ നേരം നോക്കിയിട്ട് അവിടെ പോയി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയാണ്. And opened the attack. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. അതായത് ആ കോബ്രയുടെ റീച്ചിൽ എത്തി കൊത്തുന്ന സമയത്തോട് കൂടിയിട്ട് എന്താ, ഒരു സൈഡിലേക്ക് കീരി മാറുകയാണ്. അതായത് കൊത്തി അപ്പൊ തന്നെ ഒരു സൈഡിലേക്ക് മാറി, തിരിച്ച് കോബ്ര അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. Immediately the cobra struck. അപ്പൊ തന്നെ കോബ്ര എന്താണ്, സ്ട്രക്ക് ആയിട്ട് നിൽക്കുകയാണ്. His great hood came down so swiftly that I thought nothing could save the mongoose. അങ്ങനെ നമ്മളുടെ എന്താ ഹുഡ്, അതായത് ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പത്തി, മറ്റേ കോബ്രയുടെ പത്തി പതുക്കെ ഇങ്ങനെ സാവധാനം ഇങ്ങനെ താഴേക്ക് വരികയാണ്. അപ്പൊ നമ്മളുടെ ഓദർ വിചാരിക്കുകയാണ് ഇനി മംഗൂസിനെ സേവ് ചെയ്യാൻ ആരില്ല, മംഗൂസിന്റെ കാര്യം പോക്കാണ് എന്ന് നമ്മളുടെ കുട്ടി വിചാരിക്കുകയാണ് ട്രീയുടെ മുകളിൽ ഇരുന്നിട്ട്. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the stake on the back and darting away again out of reach. പക്ഷെ നമ്മളുടെ കുഞ്ഞി കീരി എന്ത് ചെയ്തു, കീരി ജമ്പ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറുകയാണ്. അതായത് പാമ്പ് വരുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് എന്താണ്, കീരി ജമ്പ് ചെയ്യാണ്. ജമ്പ് and darted in as swiftly as the cobra. Swiftly അതായത് കോബ്രയേക്കാൾ സ്പീഡിനാണ് നമ്മളുടെ കീരിയുടെ വേഗത. സ്വിഫ്റ്റ്ലി എന്ന് പറയുന്നത് ഭയങ്കര വേഗതയോട് കൂടിയിട്ടാണ് നമ്മുടെ കീരി സൈഡ് ബൈ സൈഡ് നീങ്ങുന്നത്. ബൈറ്റിംഗ് ദി സ്നേക്ക് ഓൺ ദി ബാക്ക്, എന്നിട്ട് എന്ത് ചെയ്തു, സ്നേക്കിന്റെ ബാക്കിൽ കൊത്തി. ആൻഡ് ഡാർട്ടിംഗ് അവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്, നമ്മളുടെ അതിന് എന്നിട്ട് പാമ്പിന് പിടി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കീരി ഓടുകയാണ്. പിന്നെ the moment the cobra struck, the crow and the myna hurled themselves at him. അങ്ങനെ കോബ്രയെ മറ്റേ കീരി സ്ട്രക്ക് ചെയ്ത സമയം എന്തേ, നമ്മളുടെ കീരിക്കും മൈനക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇവരൊക്കെ കീരിയുടെ ആൾക്കാരാണ് കേട്ടോ ഇരിക്കുന്ന ഓഡിയൻസ് എല്ലാം. അപ്പൊ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അവരെന്ത് ചെയ്തു, ഒന്ന് ജസ്റ്റ് ഒന്ന് ഹേൾഡ് themselves at, അതായത് ഒന്നങ്ങ് നീങ്ങിയിട്ട് ഒന്ന് എന്ത് ആക്രോശിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെയ്തു. Only to collide heavily in mid-air, shrieking at each other, they returned to the cactus plant. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു, ഒന്നങ്ങനെ നീങ്ങിയിട്ട് ഒന്ന് നിന്നു, ഒന്ന് എണീറ്റിട്ട് ഒന്ന് നിന്നു, അത്രേ ഉള്ളൂ. അതിനുശേഷം എന്ത് ചെയ്തു, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ വീണ്ടും കാക്ടസ് പ്ലാന്റ്, അതായത് മുൾച്ചെടികളുടെ ഉള്ളിലേക്ക് വീണ്ടും നീങ്ങി അവിടെ പോയിരിക്കുകയാണ്. A few drops of blood glistened off Cobra's back. പിന്നെ കോബ്രയുടെ ആ കൊത്തിയതോട് കൂടിയിട്ട് നമ്മുടെ കോബ്രയുടെ ബാക്കിൽ കുറച്ച് ബ്ലഡ് തുള്ളികൾ വന്നു. The cobra struck again and missed.
അങ്ങനെ കോബ്ര ഒന്നും കൂടി സ്ട്രക്ക് ചെയ്യാൻ നോക്കി, കുത്താൻ നോക്കി, പക്ഷെ എന്ത് ചെയ്തു, അത് കുത്താൻ പറ്റിയില്ല, മിസ് ചെയ്തു. അഗെയിൻ ദി മംഗൂസ് sprang aside, jumped in and bit. അങ്ങനെ നമ്മുടെ മംഗൂസ് ഒന്നും കൂടി അങ്ങ് ചാടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഒന്നും കൂടെ കടിച്ചു. അഗെയിൻ ദി ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദി സ്നേക്ക്. അപ്പത്തേക്കും നമ്മളുടെ ഓഡിയൻസ്, അതായത് മൈനയും ക്രോയും കൂടിയും സ്നേക്കിന്റെ അടുത്തേക്ക് ചാടുകയാണ്. bumped into each other instead and returned shrieking to the save of the cat. bumped into each other എന്ന് പറയുന്നത് ഒന്നിങ്ങനെ കൈയടിച്ച് ഒന്നിങ്ങനെ തമ്മില് ഇത് ചെയ്യാം, മൈനയും ക്രോയും കൂടിയും ഒന്നിങ്ങനെ ചെയ്യാം, അവൻ ചിയറപ്പ് ചെയ്യാൻ നോക്കാം. അങ്ങനെ ഒന്ന് ചെയ്തിട്ട് വീണ്ടും കാക്ടസ് പ്ലാന്റിലേക്ക് തിരിച്ചു പോവുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ദി തേർഡ് റൗണ്ട് followed the same course at the first but with one dramatic difference. അങ്ങനെ മൂന്നാമത്തെ തവണയും ഇതുപോലെ തന്നെ കടിച്ചു. നമ്മുടെ കീരി പാമ്പിനെ കടിച്ചു. പാമ്പിനെ കടിച്ചു കഴിഞ്ഞപ്പോ ഒരു ഡിഫറൻസ് വന്നു, ഒരു ഡ്രാമാറ്റിക് ഡിഫറൻസ് ആണ് ഉണ്ടായത്. ശരിക്കും നമ്മളുടെ മൈനയും ക്രോവും സാധാരണ എന്താ ചെയ്യാ, ഇവര് കീരി കൊത്തുമ്പോ ഇവര് ജസ്റ്റ് ഒന്ന് എണീറ്റ് നിൽക്കുക, ഒന്നിങ്ങനെ തമ്മിൽ ചിയറപ്പ് ചെയ്യല മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ മൂന്നാമത്തെ റൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞപ്പോ ഇവരെന്താണ് ചെയ്തത്, ഡ്രാമാറ്റിക് ഡിഫറൻസ് അവിടെ വരുത്തി. എങ്ങനെയായിരുന്നു? ദി ക്രോ ആൻഡ് മൈന സ്റ്റിൽ ഡിറ്റർമിൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ പ്രൊസീഡിങ്സ് ഡൈവ്ഡ് അറ്റ് ക്ലബ്. എന്താണ് ചെയ്തത്? ടേക്ക് പാർട്ട്, അതായത് അവരുടെ ആ ഒരു ബാറ്റിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ തുടങ്ങി, അവരിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി, അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. ഡൈവ്ഡ് അറ്റ് ദി കോബ്ര ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്. അങ്ങനെ എന്ത് ചെയ്തു? കോബ്രയുടെ അടുത്തേക്ക് ചാടി ഡൈവ് ചെയ്തു. But this time they missed each other as well as their mark. The myna flew on and reached its best, but the crow tried to pull up in and turn back. അതായത് എന്ത് ചെയ്തു? അവർ തമ്മിൽ ചാടിയപ്പോ എന്താ കുട്ടിയടിച്ച പോലെ അവർക്ക് മിസ് ചെയ്തു, കോബ്രയൊന്നും ചെയ്യാൻ പറ്റിയില്ല. The myna flew on and reached its back. ഫ്ലൂ ചെയ്തിട്ട് ഒരു കുറച്ച് പൊക്കമുള്ള സ്ഥലത്ത് പോയിരിക്കുകയാണ്. But the crow tried to pull up in mid-air and turn back. ക്രൗവിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പുള്ളി ചെയ്യാൻ പറ്റില്ല. ആ ഒരു എയറിന്റെയും ആ ഒരു കാരണം എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് തെന്നി മാറാൻ പറ്റിയില്ല. ഇൻ ദി സെക്കൻഡ്, ആ സെക്കൻഡിനുള്ളിൽ തന്നെ that it took him to do this, the cobra whipped his head back and struck with great force. അതോട് കൂടിയിട്ട് നമ്മുടെ കാക്കക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അങ്ങ് പോവാൻ പറ്റിയില്ല. ആ ഒരു പെട്ടെന്ന് ചാടിയതിന്റെയും ആ ഒരു ഫോഴ്സ് കാരണം നമ്മുടെ കോബ്രക്ക് തിരിച്ചു പോയി രക്ഷപ്പെടാൻ പറ്റിയില്ല. അപ്പൊ കോബ്ര എന്ത് ചെയ്തു, ആ ഫുള്ളായിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഒറ്റ ഇങ്ങനെ തിരിയാൻ വരില്ലേ, ബാക്കിലേക്ക് ഇങ്ങനെ ഹെഡ് ഇങ്ങനെ നീക്കിയിട്ട് എല്ലാ ഫോഴ്സും എടുത്തിട്ട് ഒറ്റ കുത്തങ്ങ് കുത്തി. ഹിസ് നൗ തഡിങ് അഗെയിൻസ്റ്റ് ദി ക്രോസ് ബോഡി. അങ്ങനെ ക്രോസിന്റെ ശരീരത്തില് നല്ലൊരു കൊത്തങ്ങോട് കുത്തി. I saw the bird flung nearly 20 feet across the garden. അങ്ങനെ നമ്മുടെ ഓതര് കണ്ടു എന്ത്, ബേർഡ് ഭയങ്കരമായിട്ട് ഒരു ദൂരേക്ക് തെറിച്ചു പോവാണ്. 20 feet across the garden. ഗാർഡനിൽ നിന്ന് 20 feet ദൂരെ നമ്മുടെ ക്രോ എന്താ ഭയങ്കര പെട്ടെന്ന് സ്പീഡിൽ അങ്ങോട്ട് പറന്നു പോവാണ്. Where after fluttering about for a while it lay still. കുറച്ചു നേരത്തേക്ക് നിശബ്ദമായി, എല്ലാം സ്റ്റില്ലായി നിൽക്കുകയാണ്. The myna remained on the cactus plants, very wisely refrained from intervening again. അതായത് മൈന ഭയങ്കര ഇന്റലിജന്റ് ആണ്. മൈന എന്ത് ചെയ്തു, കാക്ടസ് പ്ലാന്റിൽ തന്നെ നിൽക്കുകയാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി അടുത്തത്, the cobra was weakening and the monk was walking fearlessly up to it. അങ്ങനെ കോബ്രയുടെ എന്താ ഇത് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. കോബ്രയുടെ സ്ട്രെങ്ത് ഒക്കെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, കോബ്രേനെ കീരി കുറെ കുത്തി അതിനിടക്ക് ഇവര് വന്ന് ആക്രമിക്കാൻ നോക്കി. എല്ലാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മളുടെ കോബ്ര തളർന്നുകൊണ്ടിരിക്കുകയാണ്. And the monk was walking fearlessly up to it, raised himself on his shoulder. പക്ഷെ നമ്മളുടെ കീരി എന്താണ്, പൂർവാധികം ശക്തി എടുത്തിട്ട് കീരി വരികയാണ്. കീരി ആ കുഞ്ഞിക്കാലിലൊക്കെ ഷോർട്ട് ലെഗ്സിൽ റേസ് ചെയ്ത് നിന്നു, പൊങ്ങി നിന്നു. And with a lightning snap had the big snake by the snout. The cobra writhed and lashed about in a frightening manner and even coiled itself about the mongoose. അതായത് ലാഷ് മാനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോബ്ര ഒരു എന്താ പരിഭ്രമിച്ച് നിൽക്കാന്നർത്ഥം. ആ ഒരു രീതിയിൽ ഒന്ന് വിറച്ചുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയില് നമ്മളുടെ ആര് നിൽക്കുകയാണ്, കോബ്ര നിൽക്കുകയാണ്. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ്സെൽഫ് അബൌട്ട് ദി മംഗൂസ്. കോയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞുകൂടി കിടക്കുക, ഒരു പേടിയോട് കൂടിയിട്ട് കുറച്ച് ഫ്രൈറ്റൻ ചെയ്തുകൊണ്ട് ആര് നിൽക്കുകയാണ്, വളഞ്ഞുകൂടി കിടക്കില്ലേ പാമ്പ്, അതുപോലെ അതിനാണ് കോയിൽഡ് എന്ന് പറയാം. അങ്ങനെ രീതിയിൽ നമ്മുടെ കോബ്ര കിടക്കുകയാണ് മംഗൂസിനെ പേടിച്ചിട്ട്, അതായത് കീരിയെ പേടിച്ചിട്ട്. ബട്ട് ഓൾ ടു നോ അവൈൽ. The little fellow hung grimly on it until the snake and ceased to struggle.
അതായത് സ്നേക്കിന്റെ അടുത്തേക്കും വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങാണ്, സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങാണ്. He then smelled along its quivering length and gripping it round the hood, dragged into the bushes. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, എണീറ്റ് നിന്നു ആ ഹുഡില്, അതായത് ഡ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദി ഹുഡ്, ഹുഡില് മുറുക്ക ഇങ്ങനെ അടുക്ക് അടിച്ചു പിടിച്ചു. അതായത് മറ്റേ പത്തി ഉണ്ടല്ലോ, ആ പത്തിയില് മുറുക്ക അടുക്ക് അടിച്ചു പിടിച്ചു. ഡ്രാഗ്ഡ് ഇൻടു ദി ബുഷസ്, എന്നിട്ട് എന്ത് ചെയ്തു, വലിച്ചഴിച്ചുകൊണ്ട് കൊണ്ടുപോയി. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ബുഷസിലേക്ക്, കാട്ടിലേക്ക്, ആ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോവാണ്. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance. അതായത് മൈന എപ്പോഴും എവിടെയാണ്? സേഫ് ആയിട്ട് തന്നെ നമ്മുടെ ബുഷസിന്റെ കുറെ നീങ്ങിയിരിക്കുകയാണ്. The myna dropped cautiously to the ground and then with a shrill cry of congratulation flew away. ഒരു ഭയങ്കരമായിട്ടൊരു ചിലച്ചുകൊണ്ട്, അതായത് കൺഗ്രാറ്റുലേറ്റ് ചെയ്തു, കീരിയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മൈന എന്ത് ചെയ്യാണ്, പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house. അപ്പൊ നമ്മളുടെ ഓദർ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ I told grandfather of the fight I had seen. യുദ്ധം ചെയ്തതിനെ പറ്റിയിട്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദറിനോട് കുട്ടി പറഞ്ഞു. He was pleased that the mongoose had won. എന്ത് പറഞ്ഞു? മംഗൂസ് ജയിച്ച കഥ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു. He had encouraged it to live in the garden, to keep away the snakes and fed it regularly with scraps from the kitchen. അതായത് അപ്പോഴാണ് ഗ്രാൻഡ് ഫാദർ പറയുന്നത് എന്താണ്, ഗ്രാൻഡ് ഫാദർ ആ കീരിയെ അവിടെ വളർത്തിക്കൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ഗാർഡനില് പാമ്പിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് വളർത്തിക്കൊണ്ടിരുന്നതാണ് ഈ ഒരു കീരിനെ. അപ്പൊ ഈ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യുന്നു, കിച്ചണിൽ നിന്ന് ബാക്കി വരുന്ന ഫുഡൊക്കെ ഈ കീരിക്ക് കൊടുക്കുമായിരുന്നു. He had never tried taming it, but wild mongoose was more useful than a domesticated. അങ്ങനെ ഗ്രാൻഡ് ഫാദർ പറയാണ്, എന്തൊക്കെയായാലും നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെക്കാളും എന്തുണ്ട്, സ്നേഹം ഉണ്ടാവും കാട്ടിലുള്ള ജീവികൾക്ക് എന്ന് പറയാണ്. From the banyan tree, I often saw the mongoose patrolling the four corners of garden, and once I saw him with the egg in his mouth and knew he had been in the poultry house. അതായത് അപ്പൊ നമ്മളെ ഓദറ് പറയാണ്, ഞാൻ എപ്പോഴും കാണുമായിരുന്നു ഈ ഒരു കീരിയെ ഓരോരോ കോർണറിൽ ഗാർഡന്റെ പല പല സ്ഥലത്ത് വെച്ചിട്ട് നമ്മളുടെ ഓദർ എപ്പോഴും കാണുമായിരുന്നു. പക്ഷെ ഒരു ദിവസം കണ്ടപ്പോൾ കീരിയുടെ വായില് ഒരു മുട്ട ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ പോൾട്രി ഫാമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ മുട്ടയായിരുന്നു അത്. പക്ഷെ but he hadn't harmed the birds, and I know grandmother would forgive him for stealing as long as he kept the snakes away from the house. പക്ഷെ അവനറിയായിരുന്നു മുട്ട എടുത്തുകൊണ്ട് പോയാലും കോഴികളും ഉപദ്രവിക്കില്ല കീരി. അപ്പൊ ഗ്രാൻഡ് മദർ എക്സ്ക്യൂസ് ചെയ്യും, ഗ്രാൻഡ് മദർ ക്ഷമിച്ചു കൊടുക്കും. കാരണം എന്താണ്, ഗാർഡനിലെ പാമ്പിനെയൊക്കെ കൊല്ലുന്നത് ആരാണ്? ഈ കീരിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുട്ട എടുത്തുകൊണ്ട് പോയാലും ഗ്രാൻഡ് മദർ ഒന്നും പറയില്ല. അപ്പൊ അത് മാത്രല്ല, ഈ കീരി അവരുടെ കോഴീനെ ഒന്നും ഉപദ്രവിക്കുകയില്ല. The banyan tree was also the setting for what we were to call strange case of the grey squirrel and white rat. അപ്പൊ ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്? ബനിയൻ ട്രീയുടെ ആ ഒരു ചുറ്റുവട്ടത്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. വൈറ്റ് റാറ്റിനെ കുറിച്ചിട്ട് ഗ്രേ സ്ക്യൂരലും എല്ലാം ഉള്ളത് എവിടെയാണ്? The white rat was grandfather's. He had bought it from the bazaar for 4 annas. ഒരു എന്തുണ്ട്, അതിന്റെ അകത്തൊരു വൈറ്റ് റാറ്റും ഉണ്ട്. ഈ വൈറ്റ് റാറ്റിനെ ഗ്രാൻഡ് ഫാദർ ബസാറിൽ നിന്ന് 4 annas 4 annas കൊടുത്തിട്ട് വാങ്ങിച്ചതാണ്. But I would often take it with me into the roots and branches of the old tree. Banyan tree, where it soon struck up friendship with one of the squirrel. They would go off together on little excursions among the branches. അതായത് അങ്ങനെ ഒരുപാട് കൂട്ടുകാർ, അതായത് ഫ്രണ്ട്ഷിപ്പിന്റെയും മാത്രമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ബനിയൻ ട്രീ മാറുകയാണ്. ഒരുപാട് മൃഗങ്ങൾ ഉണ്ട് അതിന്റെ അകത്ത്. അപ്പൊ ഓരോ മൃഗങ്ങളും തമ്മിൽ എന്താണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണ്. ആ ഒരു ബ്രാഞ്ചസ്, 70 branches, they would go off together on little excursions among the branches. അതായത് ഇവര് എക്സ്കർഷൻസ് ഒക്കെ പോകും, ഒരു പിക്നിക്കും കാര്യങ്ങളൊക്കെ പോലെ. ഫ്രണ്ട്ഷിപ്പിന് അവര് അവിടെ കുറെ മൃഗങ്ങളുണ്ട്, ഇവരെല്ലാം തന്നെ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇവര് അതിന്റെ ഉള്ളിൽ തന്നെ ഈ ബ്രാഞ്ചസ്, പല പല ബ്രാഞ്ചസിലേക്ക് ഇവര് ഒത്തുകൂടിയിട്ടാണ് പോവാൻ. അതായത് കൂട്ടം കൂടി ഇപ്പൊ നമ്മള് പിക്നിക് ഒക്കെ പോവില്ലേ, ടൂറൊക്കെ പോകുന്ന പോലെ, നമ്മള് ഫ്രണ്ട്സ് ഒക്കെ കൂടി ടൂറ് പോകുന്ന പോലെ ഈ മൃഗങ്ങൾ എല്ലാവരും കൂടി കൂട്ടുകൂടിയിട്ട് പല പല ബ്രാഞ്ചസിലേക്കും, ബനിയൻ ട്രീയുടെ അകത്ത് തന്നെ പല പല ബ്രാഞ്ചസിലേക്കും ടൂർ പോലെ, എക്സ്കർഷൻ പോലെ പോകുമായിരുന്നു. Then the squirrel started building a nest. അങ്ങനെ സ്ക്യൂറൽ എന്ത് ചെയ്യാണ്, ഒരു നെസ്റ്റ് അതിന്റെ അകത്ത് കെട്ടുകയാണ്, ഒരു കൂട് കെട്ടി. At first she
tried building in my pockets, and when I went indoors and changed my clothes, I would find straw and grass falling out. ആദ്യം സ്ക്യൂരൽ എന്ന് പറഞ്ഞാൽ അണ്ണാനൊന്നും അങ്ങനെ ഇണങ്ങാത്ത ജീവിയാണ്, പക്ഷെ നമ്മുടെ ഓതറിനോട് ഈ അണ്ണാനൊക്കെ ഇണങ്ങുമായിരുന്നു. അങ്ങനെ ഈ അണ്ണാൻ സ്ക്യൂരൽ, ഈ അണ്ണാൻ എന്ത് ആ മരത്തിന്റെ അവിടെ ഒരു കൂട് കൂട്ടി. ആദ്യമായിട്ട് കൂട് കൂട്ടിയത് നമ്മുടെ ഓതറിന്റെ പോക്കറ്റിലായിരുന്നു എന്നാണ് പറയുന്നത്. അത്ര ഇണക്കമായിരുന്നു ആ അണ്ണാന്. അപ്പോ പിന്നെ ഇത് എന്താ, ഓതർ അകത്ത് പോയിട്ട്, അതായത് കുട്ടി അകത്ത് പോയി ഷർട്ട് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അതിന്റെ ഉള്ളിൽ കൂടി കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗ്രാസും ചെറിയ ചെറിയ ചില്ലകളും കാര്യങ്ങളൊക്കെ പോക്കറ്റിന്റെ അകത്ത് നിന്ന് കിട്ടുമായിരുന്നു. Then one day grandmother's knitting was missing. We hunted for it everywhere but without success. Next day I saw something glinting in the hole in the banyan tree. Going up to investigate, I saw that it was the end of grandmother's steel knitting needle. On looking further, I discovered that the hole was crammed with knitting, and amongst the wool were 3 baby squirrels, all of them white. അങ്ങനെ ഈ ചെറിയ ചെറിയ എന്താ ഈ ചെറിയ ചെറിയ ഗ്രാൻഡ് മദറിന്റെ ഈ ചെറിയ ചെറിയ നിറ്റിങ്ങും കാര്യങ്ങളും ചെറിയ ചെറിയ നീഡിൽസും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോകായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കൂട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. On looking further, I discovered that the hole was crammed with knitting, and among the wool എന്താ ഗ്രാൻഡ് മദറിന്റെ ചെറിയ ചെറിയ എന്താ പറയാ ഈ സ്കാർഫ് പോലുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ തുണി കഷ്ണങ്ങൾ എല്ലാം എന്ത് ചെയ്തു എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ നീഡിൽസ്, ചെറിയ ചെറിയ നീഡിൽസ് ഒക്കെ വെച്ചിട്ട് അതിന് നല്ല ഭംഗിയാക്കി ഒരുക്കുമായിരുന്നു അവരുടെ കൂട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവർക്ക് പിന്നെയാണ് മനസ്സിലായത്. ഒരു ദിവസം നമ്മളുടെ കുട്ടിയെ വിളിച്ചൊന്ന് നോക്കി കഴിഞ്ഞപ്പോ എന്ത് കണ്ടു? 3 ബേബി സ്ക്വിറൽസിനെ കണ്ടു, 3 കുഞ്ഞുങ്ങളെ കണ്ടു. അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മളുടെ ഗ്രാൻഡ് മദറിന്റെ ചെറിയ ചെറിയ തുണി കഷ്ണങ്ങളും കാര്യങ്ങളെല്ലാം നമ്മളുടെ അണ്ണാൻ ഇട്ടുകൊണ്ട് പോയത്. Grandfather had never seen white squirrel before, and we gazed at them in wonder. We were puzzled for some time, but when I mentioned the white rat's frequent visit to the tree, Grandfather told me that the rat must be the father. Rats and squirrels were related to each other, and he said so it was quite possible for them to have offspring, in this case white squirrels. അതായത് Grandfather had never seen a white squirrel before. White squirrel ne onnu pinnീട് കണ്ടിട്ടില്ല. അതായത് വൈറ്റ് സ്ക്വിറൽസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഗ്രാൻഡ് ഫാദർ പറയുന്നത്. അപ്പൊ ഉണ്ടായ കുട്ടികൾ എങ്ങനെയാണ്? അണ്ണാകുഞ്ഞുങ്ങൾ എന്താണ്? വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോ ഗ്രാൻഡ് ഫാദർ പറയാണ് ഇതിനു മുമ്പ് വൈറ്റ് കളർ അണ്ണാകുഞ്ഞിനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അതായത് എന്താ റാറ്റും സ്ക്യൂരലും തമ്മിൽ ഭയങ്കര ബന്ധമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്ക്യൂരലും റാറ്റും ഒന്നായിരിക്കാം, അതിൽ നിന്നുണ്ടായ കുട്ടിയായിരിക്കാം റാറ്റ് എന്നാണ് പറയുന്നത്. അത്രയും ഇതിൽ പറയുന്നത് ഇത്ര ഉള്ളൂ. ഇതിൽ പറയുന്നത് സ്ക്യൂരലും റാറ്റും ഒക്കെ ഒന്നാണെന്ന് ഇതിൽ ഇങ്ങനെ കുറച്ച് കാവ്യാത്മകമായിട്ട് പറയുന്നത് എന്തിനാന്ന് വെച്ചാല് എല്ലാം ഒന്നാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമുക്കിവിടെ കൊണ്ടുവരുന്നത്. അതായത് നേച്ചറും നമ്മളുടെ പ്രകൃതിയും നമ്മളും ഒന്നാണ്, ആ പ്രകൃതിയിലുള്ള എല്ലാം ഒന്നാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ആ മരത്തില് പല ഇപ്പൊ റാറ്റ് സ്ക്യൂരൽ എല്ലാം ഉണ്ടെങ്കിലും സ്ക്യൂരലിന് ഉണ്ടായത് എന്താ വെള്ള കുഞ്ഞുങ്ങളായിരുന്നു എന്ന് പറയുന്നത് അതൊരു കഥ പോലെ കാവ്യാത്മകമായിട്ട് പറയുന്നത് എന്തിനാണ്? റാറ്റും അതായത് എലിക്കുഞ്ഞും അണ്ണാൻകുഞ്ഞും എല്ലാം ഒന്നാണ്, അവരിൽ തമ്മിൽ വ്യത്യാസങ്ങളില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കവി ഇതുമാതിരി ഒരു കാവ്യാത്മകമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ആ ഒരു മരത്തിന്റെ ഉള്ളില് ബ്രാഞ്ചസിനകത്ത് ഒരുപാട് മൃഗങ്ങളുണ്ട്, ഒരുപാട് കുഞ്ഞു കുഞ്ഞു കിളികളും അണ്ണാന് റാറ്റ് അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ഇവരെല്ലാം എന്താണ്? ഒന്നായിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഒരു വാക്കും കൂടിയും നമ്മുടെ ഗ്രാൻഡ് ഫാദർ പറയുന്നുണ്ട്. എന്താണ്? നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെക്കാൾ എന്തുകൊണ്ടും സ്നേഹം എന്താണ്? കാട്ടിലുള്ള ജീവികൾക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേച്ചറിനോടുള്ള ആ ഒരു ഇഷ്ടം കൂടിയാണ് അവിടെ കാണിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ എങ്ങനെയാണ്, നമ്മൾ കുറെ പൂച്ചയും പട്ടിയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തും, എന്നിട്ട് പുറത്തുള്ള ഇതിനെയൊന്നും നമ്മള് എന്തില്ല, ഇപ്പൊ ഒരു പുറത്തിങ്ങനെ നടക്കുന്ന ഒരു പട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പക്ഷെ നമ്മൾ വീട്ടിലുള്ളതിന് ഫുഡ് കൊടുക്കും. അപ്പൊ എന്താണ് ശരിക്കും ചിലപ്പോ നമുക്ക് ഉപകാരപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മളോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുന്നതും ചിലപ്പോൾ ആ പുറത്തുള്ള മൃഗങ്ങൾക്കായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഭംഗിയുടെ ഭാഗമായിട്ടും നമ്മളുടെ കാശിന്റെ അഹങ്കാരം കൊണ്ടുമൊക്കെ നമ്മള് കുറെ പക്ഷികളെ പിടിച്ച് കൂട്ടിലിടുക. എന്നാൽ നമ്മളൊന്ന് പുറത്തു പോയിട്ട് ആ പക്ഷികൾ പറന്നു നടക്കുന്നത് നമ്മളുടെ എന്താ പറമ്പിലും കാര്യങ്ങളിലും കാണാൻ നോക്കില്ല അല്ലെ? കുറച്ച് ലവ് ബേർഡ്സിനൊക്കെ വലിച്ച് വീട്ടിൽ എന്ത് ചെയ്യുന്നു, നമ്മള് കൂടൊക്കെ ഉണ്ടാക്കി അതിന്റെ അകത്തിടും. അതിന്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ അതിനുള്ളിൽ കൂടിയാണ് നമ്മൾ അതിന്റെ ഭംഗി കാണുന്നത്. എന്നാൽ നമ്മൾ പുറത്തു പോയി ആ ഒരു നമ്മളുടെ ചുറ്റും നോക്കിയിട്ട് പുഴകളിലും മരങ്ങളിലും ഒക്കെ നടക്കുന്ന കുഞ്ഞു കിളികളെയൊക്കെ കാണാനായിട്ട് നമ്മുടെ കണ്ണു പോകില്ല. അത് അത്രയുള്ളൂ ഉദ്ദേശിക്കുന്നത്. അതായത് പുതിയ ഈ ഒരു ജനറേഷനിൽ നമ്മൾ നേച്ചറിൽ നിന്നും എത്രത്തോളം മാറി, അത് എത്രത്തോളം നേച്ചറിൽ നമുക്ക് കാണാനുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ്, എന്നുള്ള ഒരു ചെറിയ ലെസൺ ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കൂടെ കൊണ്ടുവരുന്നത്. ഓക്കെ,
അപ്പൊ നിങ്ങള് ക്വസ്റ്റ്യൻസ് വരുമ്പോ വെറുതെ ഇങ്ങനെ അങ്ങനെ എന്താ മറ്റേ പാമ്പ് ഇങ്ങനെ ഇടികൂടി, മങ്കൂസ് ഇങ്ങനെ ഇടികൂടി, മൈന ഇങ്ങനെ വന്നു, ഇതൊന്നും അല്ല നമുക്ക് പറയേണ്ടത്. ഇതൊരു ചെറിയ കഥ മാത്രം, എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഥ മാത്രം. ശരിക്കും ഇതിന്റെ ഉള്ളടക്കം ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. പ്രത്യേകിച്ച് 10th ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇവാലുവേഷന് പോകും. വാലുവേഷന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് പറയുന്ന ഒരു നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ചാർട്ട് തരും, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് ആൻസർ ചെയ്തേക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ സ്നേക്ക് അങ്ങനെ ഇടികൂടി, കോബ്ര ഇങ്ങനെ ഇടികൂടി, ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പോലും ടീച്ചർമാർ നിൽക്കില്ല. അപ്പൊ നമുക്ക് എവിടെയാണ് ക്രിയേറ്റിവിറ്റി, സ്റ്റോറി എല്ലാം അങ്ങനെയാണ്, എവിടെയാണ് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നത് അവിടെയാണ് നമുക്ക് മാർക്ക് വീഴുള്ളൂ. അപ്പൊ റസ്കിൻ ബോണ്ട് ഈ ഒരു കഥ എഴുതുന്ന സമയത്ത് റസ്കിൻ ബോണ്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളത് എങ്ങനെയാണോ വായിക്കുന്നത് അതാണ് കഥ. ഇപ്പൊ നമ്മൾ ഫിസിക്സും മാത്സും ബാക്കിയുള്ള ഇതൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാണ്, അതൊരു ഫാക്റ്റ് ആണ്, അതൊരാൾ എഴുതി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കത് മാറ്റാനുള്ള അവകാശമില്ല, കാരണം അത് ഫാക്റ്റ് ആണ്. പക്ഷെ നമുക്ക് നമ്മളുടെ ഈ ലിറ്ററേച്ചർ, അതായത് നമ്മൾ സ്റ്റോറീസും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ഭാവനയാണ് അല്ലെ. ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒരാളുടെ ഭാവനയാണ്, അതെങ്ങനെ വേണമെങ്കിലും ആവാം അല്ലെ. അതൊരു ഫാക്റ്റോ കാര്യങ്ങളോ സത്യമോ ഒന്നുമല്ല, ഒരു ഭാവന മാത്രമാണ്. അപ്പൊ റസ്കിൻ ബോണ്ട് എങ്ങനെയാണോ എഴുതിയത് അത് തന്നെ നമ്മൾ ഉൾക്കൊള്ളണം എന്നില്ല. അപ്പൊ നമ്മൾ അത് എന്ത് രീതിയിൽ എഴുതുമ്പോഴാണ് അതൊരു വേറൊരു ടെക്സ്റ്റ് ആവുന്നത്. ഇപ്പൊ ഒരു ബുക്കിന് തന്നെ പല പല ക്രിറ്റിസിസവും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമലാ സുരയ്യയുടെ ഏതെങ്കിലും ബുക്കോ ബഷീറിന്റെ ബുക്കോ അങ്ങനെ ഏതെടുത്താലും ആ ഒരു ബുക്കാണ് അദ്ദേഹം എഴുതിയെങ്കിലും അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് പല രീതിയിലുള്ള ബുക്കുകളും പല പല ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു ബുക്കിന് തന്നെ അല്ലെങ്കിൽ ഒരു വർക്കിന് തന്നെ 10-15 വർക്ക് വേറെ വന്നിട്ടുണ്ടാവും. അപ്പൊ അത് എന്തിനാണ് അങ്ങനെ വന്നത്? ആ ഒരു വർക്കിൽ നിന്ന് ഒരാൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നതല്ല മറ്റൊരാൾക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ ഈ കഥ വായിക്കുമ്പോൾ എനിക്കെന്ത് മനസ്സിലാവണം, അതല്ല ചിലപ്പോൾ എനിക്ക് മനസ്സിലാവേണ്ടത്, വേറൊരാൾക്ക് വേറെ രീതിയിലായിരിക്കും മനസ്സിലാവണം. അപ്പൊ അതിനെയാണ് ക്രിയേറ്റിവിറ്റി. അത് എഴുതുമ്പോഴാണ് നമുക്ക് മാർക്ക് കിട്ടുക. അപ്പൊ നിനക്ക് ഞാനിപ്പോ പറഞ്ഞു നേച്ചറിനോട് ഇതിന് ബന്ധം കൂടുതലുള്ളത് കൊണ്ടാണ്, നേച്ചറായിട്ട് കൂടുതൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പറഞ്ഞത്. അത് എന്റെ തോന്നലാണ്, ഞാൻ വായിച്ചപ്പോ എന്റെ ഭാവനയിൽ തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി വേറെ ആൾക്കാർക്ക് വേറെ ഇരിക്കും തോന്നുക. അപ്പൊ നിനക്ക് എന്താണ് വായിച്ചിട്ട് ശരിക്കും തോന്നിയത്? എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ കഥ എന്നാണ് നിനക്ക് തോന്നിയത്? നമ്മള് ഈ ലോകത്തിലെ എല്ലാവരും ഒരു ഒത്തൊരുമയോടെ പോണം, കോർഡിനേഷൻ കാര്യങ്ങളും ഓക്കെ, അങ്ങനെയുള്ള കൺസെപ്റ്റ്. അപ്പൊ പല കണ്ടോ, അപ്പൊ നിനക്ക് അങ്ങനെയുള്ള കൺസെപ്റ്റ് വന്നു. അങ്ങനെ പലർക്കും പല പല രീതിയിലുള്ള കൺസെപ്റ്റ് വരും. അവിടെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുമ്പോഴാണ് മാർക്ക് കിട്ടുക. അല്ലാണ്ട് വെറുതെ നമ്മൾ ഇങ്ങനെ കാണാപാഠം പഠിച്ച് സ്നേക്ക് അങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സ്റ്റോറി എഴുതിയ മാർക്ക് കിട്ടില്ല. വെറുതെ നിങ്ങൾ ഇങ്ങനെ സ്റ്റോറി കാണാപാഠം പഠിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ എന്താണെന്ന് ആ കഥ മാത്രം മനസ്സിലാക്കുക, റസ്കിൻ ബോണ്ട് ആരാണെന്ന് കൂടെ മനസ്സിലാക്കുക. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആദ്യം തന്നെ ഒരു പാരഗ്രാഫ് റസ്കിൻ ബോണ്ടിനെ കുറിച്ച് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ആ റസ്കിൻ ബോണ്ടിന്റെ ആ ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് വേണം ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാൻ വേണ്ടി. ഓക്കെ.